Hi children, welcome to our science class. Today I am going to teach a new lesson. Lesson's name, Precious Soil. This precious soil. First of all, we discuss about our earth. What is earth? എന്തൊക്കെയാണ് നമ്മൾ earthൽ കാണുന്നത്? എന്തൊക്കെയാ? All of you say, tell me. പറയാം. എന്തൊക്കെയാണ് നമ്മൾ കാണുന്ന earthൽ? All of you look out. പുറത്തേക്ക് നോക്കിയാൽ നമ്മൾ എന്തൊക്കെ കാണാം? In our earth we can see rivers, next seas, then all of you tell hills, plains, different types of animals, variety plants, dry lands, deserts, plains, അങ്ങനെ നിരവധി ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ തിങ്സ് വി ക്യാൻ സീ അവർ എർത്ത്. അതുകൊണ്ട് തന്നെ അവർ എർത്ത് ഈസ് വെരി ബ്യൂട്ടിഫുൾ. നമ്മൾ എവിടേക്ക് നോക്കിയാലും എന്താണ് ബ്യൂട്ടിഫുൾ പ്ലേസസ് ആണ് കാണുന്നത്. റിവേഴ്സ്, സീസ്, ലേക്സ്, ഹിൽസ്, plains, deserts, different types of animals, birds, different types of plants, trees, flowers. അല്ലേ? ഇതൊക്കെ നിറഞ്ഞ our earth is very beautiful. Okay, I will ask you question. ഒരു question. അപ്പോൾ in our earth it is എന്തായിരിക്കും precious one? Which one is precious? ഒരു precious ആയിട്ടുള്ളൊരു തിങ് ഉണ്ട്. എന്തായിരിക്കും അത്? Air precious one. Then water precious ആണ്. Another one very precious ആയിട്ടുള്ള ഒന്നുണ്ടല്ലോ, soil. Soil is precious one in our earth. നമ്മുടെ earthൽ precious ആയിട്ടുള്ള ഒന്നാണ് എന്ത്? soil. എങ്ങനെയാ soil ഉണ്ടാവുന്നത്? how to make soil? എങ്ങനെ soil ഉണ്ടാകുന്നത് നോക്കാം. you know എങ്ങനെയാണ് സോയിൽ ഉണ്ടാകുന്നത്? ഓക്കെ, അപ്പോൾ എങ്ങനെ നോക്കാം. ഓൾ ഓഫ് യു ലുക്ക് ഹിയർ. സോയിൽ ഫോർമേഷൻ. എങ്ങനെയാണ് സോയിൽ ഫോം ചെയ്യുന്നത്? ആദ്യമേ ഇവിടെ സോയിലൊന്നുമില്ല. ദ ബിഗിനിങ് ഓഫ് ദി ഇയർ. ഇവിടെ ആദ്യം പണ്ട് ബിഗിനിങ് ഓഫ് ദി എർത്തിൻ്റെ ആദ്യം എന്തായിരുന്നു? സോയിലൊന്നും ഇല്ലായിരുന്നു. വി ക്യാൻ സീ ഓൺലി സം റോക്സ്. ഫുള്ള് റോക്സ് എന്ന് പറഞ്ഞതായിരുന്നു അവർ എർത്ത്. With this rock, how to change soil? ഈ റോക്സ് എങ്ങനെയാണ് സോയിലായിട്ട് ചേഞ്ച് ചെയ്തതെന്ന് നോക്കാം. ഓക്കെ, ലുക്ക് ഹിയർ. ഫസ്റ്റ് ഓഫ് ഓൾ our earth was covered with rocks. earth covered with rocks. which ഏത് സമയത്ത്? ബിഗിനിങ് ഓഫ് ദി earth ആദ്യ കാലങ്ങളിൽ earthൽ എന്തായിരുന്നു? ഫുള്ളി റോക്സ്. The sun heat up the rocks. പിന്നെ എന്താ സംഭവിച്ചത്? sun heat up the rocks. റോക്സിൽ സൺറേസ് പതിക്കും. എവിടെ? ദിസ് റോക്സിലേക്ക്. ദാറ്റ് ടൈം ദ റോക്സ് വാസ് വെരി ഹീറ്റ്. നല്ല ചൂടായിരിക്കും റോക്സ്. ദ റെയിൻ കൂൾ ദം. മഴ പെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ദിസ് റോക്സ് ചേഞ്ച് ടു കൂൾ. അതുവരെ എന്തായിരിക്കും? ഹീറ്റായിട്ടുള്ള റോക്സ്. റെയിൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? ചേഞ്ച് ടു കൂൾ. ആൻഡ് ദ വിൻഡ് ബ്ലൂ ഓവർ ദം. പിന്നെ എന്തായിരിക്കും? ആ റോക്സിൻ്റെ മുകളിലൂടെ വിൻഡ് ബ്ലൂ, കാറ്റ് വീശും. ദെൻ ദിസ് കണ്ടിന്യൂ മെനി ഇയേഴ്സ്. ഈ ഒരു ദിസ് പ്രോസസ് കണ്ടിന്യൂ മെനി ഇയേഴ്സ്. വർഷങ്ങളോളം ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. വിച്ച് പ്രോസസ്? ദ സൺ ഹീറ്റ് അപ്പ് ദി റോക്സ്. ഫസ്റ്റ് സണ്ണ് റോക്സിനെ ഹീറ്റാക്കും. ദെൻ റെയിൻ ചേഞ്ച് ടു കൂൾ. മഴ പെയ്ത് എന്ത് സംഭവിക്കും? കൂളാവും. ദെൻ വിൻഡ് ബ്ലൂ ഓൺ ദി റോക്സ്. കാറ്റ് എന്തിൻ്റെ മുകളിലൂടെ വീശും? റോക്സിൻ്റെ മുകളിലൂടെ. ദിസ് പ്രോസസ്, ഈ ഒരു പ്രോസസ്സ് മെനി ഇയേഴ്സ്, വർഷങ്ങളോളം നടക്കും. Then after, what happened next? ഇനി എന്തായിരിക്കും സംഭവിക്കുക? The rocks broke up to small pieces. എന്താ സംഭവിക്കുക?
ഈ മഴയും കാറ്റൊക്കെ കൊണ്ട് ദിസ് റോക്സ് ചേഞ്ച് ടു സ്മോൾ പീസസ്, ബ്രോക്ക് ചെയ്തിട്ട് സ്മോൾ പീസസ് ആയിട്ട് മാറും. They were carried around by wind and water. This small pieces എന്താവും? This were carried around by wind and water. With the help of wind and water. Wind and water ന്റെ ഹെൽപ്പിലൂടെ this rocks ചുറ്റും അറൗണ്ടിലേക്ക് ഇങ്ങനെ പോകും. With the help of എന്തിൻ്റെ ഹെൽപ്പോട് കൂടി? വിൻഡ് ആൻഡ് വാട്ടർ. മഴ പെയ്യുമ്പോഴും കാറ്റ് വീശുമ്പോഴും റോക്സ് ഒക്കെ സ്മോൾ പീസസ് ഓഫ് റോക്സ് ഒക്കെ അവിടേക്കും ഇവിടേക്കും ഒക്കെ പോകും. The pieces rubbed against each other till they became tiny particles of soil. And at last what happened? These small pieces of rocks, ഈ റോക്സിൻ്റെ സ്മോൾ പീസസ് rubbed against, തമ്മിൽ ഉരസും. This time ഈ rubbed against, റബ് ചെയ്യുമ്പോൾ പിന്നെ എന്താവും? സ്മോൾ പീസസ്. ദിസ് മെയ്ഡ് ടു സോയിൽ. ഇതാണ് എന്താവുന്നത്? സോയിൽ. The action of the sun, rain and wind broke up the rocks to make soil. How to make soil? The action of the sun, rain and wind. സണ്ണിൻ്റെയും റെയിനിൻ്റെയും വിൻഡിൻ്റെയും ഹെൽപ്പോട് കൂടി the rocks broke up. റോക്സ് എന്താവും? ബ്രോക്ക് അപ്പ് ചെയ്തിട്ട് ചേഞ്ച് ടു സോയിലായി മാറും. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് എന്താണ്? earth was covered with rocks. ഈ റോക്സ് എന്താവും? റോക്സ് ഹീറ്റ് അപ്പ് ദി റോക്സ്. ഹീറ്റ് ആവും. ദെൻ മഴ പെയ്യുമ്പോൾ ദിസ് റോക്സ് ചേഞ്ച് ടു കൂൾ. ദെൻ ദ വിൻഡ് ബ്ലൂ ഓൺ ദി റോക്സിൽ മുകളിലൂടെ വിൻഡ് ബ്ലൂ ചെയ്യും. ദെൻ ഈ ഒരു പ്രോസസ്സ്, ദിസ് പ്രോസസ് കണ്ടിന്യൂയിങ് മെനി ഇയേഴ്സ്. ആഫ്റ്റർ മോർ ഇയേഴ്സ്, കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ദ റോക്സ് ബ്രോക്ക് അപ്പ് ഇൻ ടു സ്മോൾ പീസസ് ആവും. വിച്ച് റോക്സ് സ്മോൾ പീസസ് ആവും. ദെൻ ദേ വർ ക്യാരി അറൗണ്ട്. എന്താണ്? മഴയും കാറ്റും ഒക്കെ എന്താ? ക്യാരി അറൗണ്ട്. എല്ലാ സ്ഥലത്തേക്കും ഈ സ്മോൾ പീസസ് റോക്സിനെ എത്തിക്കും. ദെൻ ദി സ്മോൾ പീസസ് റോക്സ് റബ്ഡ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. തമ്മിൽ റബ്ബ് ചെയ്യും. അഗെയിൻസ്റ്റ് റബ്ബ് ചെയ്ത് പിന്നെ എന്താവും? ചേഞ്ച് ടു സ്മോൾ പീസസ് ഓഫ് സോയിൽ. Then action of the sun, rain and wind broke up the rocks to make soil. ഇങ്ങനെയാണ് സോയിൽ ഉണ്ടാവുന്നത്. The action of the sun, rain and wind broke up the rocks to make soil. സണ്ണിൻ്റെയും റെയിനിൻ്റെയും വിൻഡിൻ്റെയും ഹെൽപ്പോട് കൂടിയാണ് എന്തുണ്ടാവുന്നത്? soil ഉണ്ടാകുന്നത്. All of you understand how to make soil? Okay. Then all of you take in front of your house. ഹൗസിനുള്ളിൽ ഇനി റോഡ് സൈഡിൽ പോവാം. Put some soil. Then you can take some soil from your playground. Then some soil from your paddy field. 3 soil 3 സോയിലും വെക്കാം, ടേബിളിൽ വെക്കാം. All of you look this 3 soil. 3 soil is same. 3 soil സെയിം ആണോ? No, this color is very different. 3 soils are different types ആയിരിക്കും. എന്തായിരിക്കും? റോഡ് സൈഡിൽ നിന്ന് കിട്ടിയ സോയിൽ എന്തായിരിക്കും? ലൈറ്റ് ബ്രൗൺ, ലൈറ്റ് റെഡ്, എനി കളർ. ദെൻ യുവർ പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയതായിരിക്കും റെഡ് കളർ ആയിരിക്കും. ആൻഡ് യു ക്യാൻ ഗോ പാഡി ഫീൽഡ് ആൻഡ് ടേക്ക് സം സോയിൽ. ദാറ്റ് സോയിൽ വിച്ച് കളർ? ഏത് കളർ ആയിരിക്കും പാഡി ഫീൽഡിൽ നിന്ന് കിട്ടിയത്? ബ്ലാക്ക് ഓർ ഡാർക്ക് ബ്രൗൺ. ദാറ്റ് ഇസ് എന്താണ്? ഒരു ബ്ലാക്കോ ഒരു ഡാർക്ക് ബ്രൗണോട് കൂടിയ കളറായിരിക്കും. അപ്പോൾ സോയിൽ ഈസ് വെരി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ വി ക്യാൻ സീ. ഡിഫറെൻറ്റ് പ്ലേസസ് ഡിഫറെൻറ്റ് സോയിൽ. ഓരോ പ്ലേസിൽ എന്തായിരിക്കും? ഓരോ സോയിലായിരിക്കും. All of you know how to make soil? Okay, all of you
page number 122 and 123 read. This time you also understand how to make soil. Okay, thank you.